നായകൾ വളർത്തൽ അനുവദനീയമാണോ എന്നുള്ളത് നിങ്ങൾ ആരോട് ചോദിക്കാം. നിങ്ങൾ പണ്ട് മദ്രസകളിൽ വെറും നായ് ഹറാമാണെന്ന് ഫസ്റ്റ് ലെറ്റർ മാത്രം ഹെഡിങ് മാത്രം പഠിപ്പിച്ചു വിട്ടിട്ട് അതിൻ്റെ അരിക്ക് പഠിപ്പിക്കാത്ത ഉസ്താമാരോട് ചോദിക്കുക. പ്രിയപ്പെട്ട ഹനാൻ ഷായുടെ ഒരു ചോദ്യം, നായ ഹറാമാണെന്ന് പഠിപ്പിച്ച എത്ര ഉസ്താദുമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? നായ നജസാണെന്നും അവയിൽ നിന്നും നജസായാൽ 7 തവണ കൈകണമെന്നുമാണ് ഞങ്ങളൊക്കെ മദ്രസയിൽ നിന്നും പഠിച്ചിട്ടുള്ളത്. 11 കൊല്ലം ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, 4-5 കൊല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ ഒരു ഉസ്താദും ഇങ്ങനെ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല, ആരും അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല. ഇനി ഇങ്ങനെയാണ് നിങ്ങൾ അവകാശപ്പെടുന്നെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ശരിക്കും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഉസ്താദുമാർ പറഞ്ഞു തരുന്ന സമയത്ത് കിടന്നുറങ്ങിയിട്ടുണ്ടാവും. കാവലിന് വേണ്ടി നായയെ വളർത്താമെന്ന് എല്ലാ ഉസ്താദുമാരും പഠിപ്പിക്കാറുണ്ട്. അതിന് ദീനിൽ തെളിവുകളുണ്ട്. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. സോ ഹനാൻ ബ്രോ നായയെ വാങ്ങുകയോ പോറ്റുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നാൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് ചോദിക്കുന്നത് കേട്ട് പാവപ്പെട്ട ഉസ്താദുമാർ ഹെഡിങ് മാത്രം പഠിപ്പിച്ചു എന്ന് പറഞ്ഞ് അവരെ നിസ്സാരരാക്കരുത്. നിങ്ങൾ പാട്ട് പാടിക്കോളൂ, വ്ളോഗ് ചെയ്തോളൂ, ഗേൾസിനൊപ്പം ഡാൻസ് കളിച്ചോളൂ, സിനിമയിൽ അഭിനയിച്ചോളൂ. ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല, ആരും നിങ്ങളെ തടയൂല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ഒരിക്കലും എന്തില്ല, കാർക്കശ്യമില്ല. ഓരോരുത്തർക്കും വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. എന്നാൽ അതിലൊരിക്കലും മതം കലർത്തരുത്. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഈ പറഞ്ഞവയൊക്കെയും ഹലാലാണെന്ന തരത്തിൽ അല്ലെങ്കിൽ ഇടക്കിടക്ക് ദീന് കുത്തിക്കേറ്റിയിട്ട് ഒരിക്കലും നെഗറ്റീവ് മെസ്സേജ് കൊടുക്കരുത്, അപേക്ഷയാണ്.